കിച്ചുവിനോടൊന്ന് സംസാരിക്കണം സായി എന്നതായിരുന്നു അത്. അവരുടെ ഫോൺ വെച്ചയുടൻ ഞാൻ കിച്ചുവിനെ വിളിച്ചു. അവൻ എന്നോട് പറഞ്ഞത്, സായി ബ്രോ, ഞാൻ അമ്മയെ കോണ്ടാക്ട് ചെയ്തിരുന്നു, പക്ഷേ അമ്മയെ ഫോണിൽ കിട്ടിയില്ല. അമ്മയുടെ ചേച്ചിയാണ് ഫോൺ എടുത്തത്. അതിനുശേഷം എനിക്കൊരു വോയിസ് മെസ്സേജ് വന്നു. ആ വോയിസ് മെസ്സേജ് എനിക്ക് ഒരുപാട് സങ്കടമുണ്ടാക്കി. അതുകൊണ്ട് പിന്നീട് ഞാൻ അവരെ കോണ്ടാക്ട് ചെയ്യാൻ പോയില്ല. വീട്ടിൽ വന്ന് കാണട്ടെ എന്ന് ഞാൻ ചോദിച്ചു. ആശുപത്രിയിൽ വന്ന് കാണാൻ പറ്റില്ല, രേണു വീട്ടിലുള്ള ദിവസം പറയാം എന്ന് പറഞ്ഞു. അന്ന് ഞാൻ വീട്ടിൽ നിന്നും ആളെയും കൂട്ടി പോകാം എന്നാണ് കിച്ചു എന്നോട് രേണുവിന് ക്യാൻസർ ആണെന്ന് സ്ഥിരീകരിച്ച സമയത്ത് പറഞ്ഞത്. ചിലപ്പോൾ കിച്ചു വിളിച്ചത് രേണു അറിഞ്ഞു കാണില്ല. രോഗാവസ്ഥയിൽ കിടക്കുന്ന ഒരാൾ മകൻ വിളിച്ചോ ഇല്ലയോ എന്നത് അറിയണമെന്നില്ലല്ലോ. അതിന്റെ സങ്കടത്തിലാകും കിച്ചു കാണാൻ വന്നില്ല എന്ന് പരാതി രേണു പറഞ്ഞത്. കീമോയ്ക്ക് പോകും മുൻപാണ് കിച്ചുവിനെ കാണണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ച് രേണു വീഡിയോ ഇട്ടത്. കീമോ കഴിഞ്ഞ ശേഷമാണ് എന്നോട് സംസാരിച്ചത്. മകൻ വിളിച്ചിരുന്നു എന്നത് അപ്പോഴാണ് രേണുവിന് മനസ്സിലാകുന്നത്. ആദ്യം വീഡിയോ ഇട്ടപ്പോൾ രേണുവിനെ കിച്ചു വിളിച്ച വിവരം അറിയില്ല.